ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടി വി എസിൻ്റെ ഇവി സ്കൂട്ടറായ ടി വി എസ് iQube S ആണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും അല്ല നോക്കുക. ഇതിൻ്റെ നമുക്ക് രണ്ട് റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ നോക്കാനാണ് ഇന്ന് പോകുന്നത്. മാക്സിമം നമ്മൾ എത്രയാണ് ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡ്രാഗ് റേസ് കാര്യങ്ങളല്ല, ബട്ട് എത്രയാണ് ഇതിൻ്റെ എക്കോ മോഡും അതുപോലെ പവർ മോഡും രണ്ട് റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് റൈഡിംഗ് മോഡ്സിൽ നമുക്ക് എത്രത്തോളമാണ് മാക്സിമം ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നത് പുഷ് ചെയ്താൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ള 78 km/h ആണ്. പിന്നെ നമുക്ക് കിലോമീറ്റർ പെർ റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്നത് എക്കോണമിയിൽ നമുക്ക് 100 km അതുപോലെ പവറിൽ നമുക്ക് 75 km ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഈ 78 ആണ് ടോപ്പ് സ്പീഡ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വലിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് പോകാം. സോ ഫസ്റ്റ് നമുക്ക് എക്കോ മോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്കോ മോഡിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ആ ഒരു 52 ഒരു 51-52 എത്തുമ്പോൾ തന്നെ സാച്ചുറേറ്റ് ആവുന്നുണ്ട്. സോ മാക്സിമം എക്കോ മോഡിൽ നമുക്ക് കിട്ടുന്ന ഒരു പെർഫോമൻസ് കാര്യങ്ങൾ ആ ഒരു 52 വരെയാണ് മാക്സിമം ഒരു പൊട്ടൻഷ്യൽ ആയി കിട്ടുന്നത്. സോ ഒരു ഡീസൻറ്റ് സ്പീഡും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 100 ആണ് നമുക്ക് കമ്പനി ക്ലെയിം ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും 52 ഒക്കെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡ് കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്പീഡിൻ്റെ മാക്സിമം ആയിട്ടൊരു കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ. നമുക്കൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് കാര്യങ്ങളാണ് നമുക്ക് മാക്സിമം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന ആ ഒരു സ്പീഡ് റേഞ്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എക്കോ മോഡലിലാണ് നമുക്ക് 52 ആണ് മാക്സിമം ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് കാര്യങ്ങൾ ഇപ്പം ഞാൻ ആ ഒരു 50 നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും സഡനായിട്ട് തന്നെ ആ ഒരു സ്പീഡ് കാര്യങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ടും അത് അഗ്രസീവായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ വണ്ടീൻ്റെ സ്റ്റോപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് പവർ മോഡിൽ എത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ പവർ മോഡിൽ കാര്യങ്ങൾ നമുക്ക് വണ്ടി ഡ്രാഗ് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി പവർ മോഡിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടിയൊന്നുമില്ല, നല്ല ഇനീഷ്യൽ പിക്കപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എക്കോവിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. വണ്ടി വലിച്ചെടുത്ത് പോകുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 0 to 60 അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കാര്യങ്ങൾ പറ്റുന്നുണ്ട്. ഓക്കെ, 72, 74, 76, 78, 79 വണ്ടി വന്ന്. ഓക്കെ, ഇനി ഒന്നുകൂടി വലിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, 57, 58, 60, 63, 64 എന്തോന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ കൊണ്ടുപോയേനെ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വലിച്ച് കയറാം. 60, 62, 63. ഓക്കെ, വീണ്ടും 70 കാര്യങ്ങളായി. സോ പവർ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ലാഗിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ 80 വരെ മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 78 ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പനി ഇപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എല്ലാം പറയുന്ന ഒരു മാക്സിമം ഒരു കിലോമീറ്റർ റേഞ്ചാൽ. സോ മാക്സിമം ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ പറയുന്നത് 78 ആണ് കമ്പനി ക്ലെയിം ചെയ്തത്. പക്ഷേ നമുക്ക് 80 വരെ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. വേറെ യാതൊരു വിധ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. 80 വരെ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളാണ്. നമുക്ക് 80 വരെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വണ്ടി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ എക്സ്പെഷ്യലി ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 70 അല്ലെങ്കിൽ 80 ആ റേഞ്ചിൽ എത്തിയാലും ബ്രേക്കിംഗ് കാര്യങ്ങൾ അത്ര ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ അത്യാവശ്യം നല്ല അഗ്രസീവ് ആണ്, എന്നാൽ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിലാണ് വണ്ടി സ്റ്റോപ്പും കാര്യങ്ങളും ചെയ്യുന്നത്. സോ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്താണെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അതുപോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ ആ ഒരു സ്പീഡും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എക്കോ മോഡലിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് കിലോമീറ്റർ റേഞ്ച്. അതുപോലെ തന്നെ വണ്ടി ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ വരുന്നത് 52 ആണ്. അതുപോലെ ഇനി പവറിലോട്ട് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് വരുന്നത് 78 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 80 വരെ മാക്സിമം പുഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ 80 വരെ കൂളായിട്ട് തന്നെ വണ്ടി കയറി പോയിട്ടുണ്ട്. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ 80ക്ക് ഒരു സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സാച്ചുറേറ്റ് ആയിട്ടുള്ള സ്പീഡാണ്. അതിനും മുകളിലോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ
നമുക്ക് കൺട്രോളും കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ ഒരു ബൈക്കിന് വെച്ച് നോക്കുമ്പോൾ സ്കൂട്ടർ ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എനിവേ ഈ ഒരു 2 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ ഇട്ടത്. സോ iQOOന്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുള്ള ബട്ടണിലും കാര്യങ്ങളും കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടതിൽ ഡൗട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ.